പണ്ട് പച്ചപ്പട്ടുടുത്ത സഹ്യപർവ്വത നിരകൾക്കിടയിൽ ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. അവിടെ ആനക്കുട്ടൻ അപ്പുവും എപ്പോഴും കുസൃതി കാട്ടുന്ന കുരങ്ങൻ ചാരുവും ബുദ്ധിമാനായ കുറുക്കൻ കിച്ചുവും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ദിവസവും രാവിലെ അപ്പു തന്റെ തുമ്പിക്കൈ കൊണ്ട് അരുവിയിൽ നിന്ന് വെള്ളം ചീറ്റി ചാരുവിനെ എഴുന്നേൽപ്പിക്കും. ചാരു തിരിച്ചും മരത്തിനു മുകളിൽ നിന്ന് അപ്പുവിന്റെ തലയിൽ മാമ്പഴം എറിഞ്ഞു കളിക്കും. കിച്ചു കുറുക്കനാകട്ടെ തന്റെ വലിയ കണ്ണടയും വെച്ച് പഴയ കഥകൾ വായിച്ചു കൊടുക്കും. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നാണ് ആ കാട്ടിൽ വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. ആദ്യം കാണാതായത് കുറുക്കൻ കിച്ചുവിന്റെ പ്രിയപ്പെട്ട മഞ്ഞ കണ്ണട ആയിരുന്നു. പിന്നാലെ മുയലമ്മയുടെ മക്കൾക്കായി കരുതിവെച്ച കാരറ്റുകൾ അപ്രത്യക്ഷമായി. ഒരു ദിവസം രാവിലെ ചാരുകുരങ്ങൻ നിലവിളിച്ചുകൊണ്ട് ഓടിവന്നു. കിച്ചു, എന്റെ പ്രിയപ്പെട്ട ചുവന്ന തൊപ്പി കാണാനില്ല. അതാരോ മോഷ്ടിച്ചു. കാട്ടിലാകെ പരിഭ്രാന്തി പടർന്നു. മൃഗങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും സംശയിക്കാൻ തുടങ്ങി. നമ്മുടെ ഇടയിൽ തന്നെയാണോ കള്ളൻ എന്ന് തത്തമ്മ ചോദിച്ചു. ഓരോരുത്തരും പരസ്പരം പഴിചാരി വഴക്കിട്ടു. സമാധാനമായിരുന്ന കാട് അശാന്തമായി. വഴക്ക് പരിധി വിട്ടപ്പോൾ കിച്ചുകുറുക്കൻ ഇടപെട്ടു. അവൻ പറഞ്ഞു, നമ്മൾ പരസ്പരം സംശയിച്ചിട്ട് കാര്യമില്ല. കള്ളനെ നമുക്ക് കയ്യോടെ പിടിക്കണം. ഇന്ന് രാത്രി കാടിന്റെ നടുവിലുള്ള വലിയ ഇലഞ്ഞിമരത്തിന് താഴെ ഞാനൊരു മാന്ത്രിക കൊട്ട വയ്ക്കും. അതിൽ ഏറ്റവും മധുരമുള്ള തേനും പഴങ്ങളുമുണ്ടാകും. സത്യത്തിൽ കിച്ചു ചെയ്തത് ഇതായിരുന്നു. ആ കൊട്ടയ്ക്ക് ചുറ്റും കാട്ടിലെ പശയുള്ള കറകൾ അവൻ തേച്ചു പിടിപ്പിച്ചു. കൂടാതെ കൊട്ടയ്ക്ക് മുകളിൽ ഒരു വലിയ വല കെട്ടിത്തൂക്കി. ആരെങ്കിലും കൊട്ടയിൽ തൊട്ടാൽ വല താഴേക്ക് വീഴും. രാത്രിയായി. കാട് നിശബ്ദമാണ്. അപ്പുവും ചാരുവും കിച്ചുവും ഒരു വലിയ പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. പാതിരാത്രിയായപ്പോൾ ദൂരെ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. ശരപര. ഒരു ചെറിയ നിഴൽ പതുക്കെ പതുക്കെ കൊട്ടയുടെ അടുത്തേക്ക് നീങ്ങി. മൃഗങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടി ആ നിഴൽ കൊട്ടയിൽ തൊട്ടതും. വല താഴേക്ക് വീണു. കള്ളൻ വലയ്ക്കുള്ളിൽ കുടുങ്ങി. എല്ലാവരും കൂടി ഓടിച്ചെന്നു. അപ്പു തന്റെ തുമ്പിക്കൈ കൊണ്ട് ടോർച്ച് തെളിച്ചു. വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഒരു ചെറിയ കരടിക്കുട്ടി. അവന്റെ കയ്യിൽ കിച്ചുവിന്റെ കണ്ണടയും ചാരുവിന്റെ തൊപ്പിയുമുണ്ടായിരുന്നു. അവൻ പേടിച്ച് കരയുകയായിരുന്നു. കള്ളനെ കണ്ടപ്പോൾ മൃഗങ്ങൾക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും അവന്റെ സങ്കടം കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. കരടിക്കുട്ടി പറഞ്ഞു, എന്റെ പേര് ബാലു. അയൽക്കാട്ടിൽ നിന്ന് ഞാൻ വഴിതെറ്റി വന്നതാണ്. അവിടെ ഭക്ഷണമില്ലാതെ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഈ സുന്ദരമായ കാട് കണ്ടപ്പോൾ വലിയ കൊതി തോന്നി. നിങ്ങളോട് ചോദിക്കാൻ പേടിയായതുകൊണ്ടാണ് രാത്രി വന്നെടുത്തത്. കിച്ചുവിന്റെ കണ്ണട കണ്ടപ്പോൾ കൗതുകം തോന്നിയെടുത്തതാണ്. എന്നോട് ക്ഷമിക്കണം. അപ്പു ആന പറഞ്ഞു, വിശന്നാൽ നീ ചോദിക്കണമായിരുന്നു. കട്ടെടുക്കുന്നത് തെറ്റാണ്. പക്ഷേ നീ നിന്റെ തെറ്റ് സമ്മതിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അവർ ബാലുവിനെ വലയിൽ നിന്ന് മോചിപ്പിച്ചു. പിറ്റേന്ന് മുതൽ ബാലുവും അവരുടെ സംഘത്തിലെ പുതിയ അംഗമായി. എല്ലാവരും ചേർന്ന് ബാലുവിന്റെ കുടുംബത്തിനും ഭക്ഷണം എത്തിച്ചുകൊടുത്തു. കാട്ടിൽ വീണ്ടും ഐക്യവും സന്തോഷവും തിരിച്ചുവന്നു.